ഈ മഹാന്മാരെ വിളിക്കുന്നത് എന്തിനാണ്? വിളിച്ച വകയിൽ അള്ള തരാനാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ്, ഇവിടെ മരണപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന്. ഇത് ഏത് മതത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നുള്ളത് ഒന്ന് പറയണേ. പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. സൂറത്തുൽ ഗാഫിറിന്റെ 60-ാമത്തെ വചനാണ്. എന്താണ് പറയുന്നുള്ളത്? നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതേപോലെ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനത്തിലും നമുക്ക് കാണാം പറയുന്നുള്ളത്, ചോദിക്കുന്ന അടിമകൾ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ നബിയെ, ഞാൻ സമീപസ്ഥനാണ്, അവരെ കണ്ടനാടിക്കാളും അടുത്ത് ഞാനുണ്ട്. ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ, അവരെന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറഞ്ഞ വാദം തികച്ചും അനിസ്ലാമികമാണ്, പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന് എതിരാണ് സഖാഫി. ചിലപ്പോൾ അവർ ഇടപെട്ടുകൊണ്ട് തന്നെ കാര്യം ശരിയാക്കി തരാനാണ്. ഇനി അടുത്തതായിട്ട് സഖാഫി പറയുന്നുള്ളത്, മരിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഉത്തരം നൽകുമെന്ന്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലില് 62-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അമ്മൻ യുജീബുൽ മുദ്തറ ഇസാ ദഅഉ. അഥവാ കഷ്ടപ്പെടുന്നവൻ വിളിച്ച് സഹായം ചോദിച്ചാൽ അവന് ഉത്തരം നൽകുകയും അവന്റെ വിഷമം നീക്കി കൊടുക്കുകയും ചെയ്യുക. നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്ത അള്ളാഹു ആണോ? അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ഇലാഹുകളുമുണ്ടോന്ന്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോൾ മുൾത്തറായിട്ടുള്ള ആളുകൾ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കപ്പെട്ട ആള് അതിന് ഉത്തരം നൽകപ്പെടാൻ അർഹനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ സഖാഫി. ഇനി നിങ്ങൾ മരിച്ച ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ആള് വിളിക്കുന്ന ആളുകൾ അവർ ഉത്തരം നൽകപ്പെടാൻ അർഹനാണോ അല്ലയോ, അതിൽ അവരെ രക്ഷപ്പെടുത്തിയാൽ അത് ഹൈറുണ്ടാകുമോ എന്നൊക്കെ മനസ്സിലാക്കി ഉത്തരം നൽകാൻ ഈ ആളുകൾക്ക് പറ്റുമോ? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ കൂടെ വല്ല ആരാധ്യരും ഉണ്ടോന്ന്, ഇലാഹുകൾ ഉണ്ടോന്ന്. സഖാഫിയുടെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിക്കണം നിങ്ങൾ, ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാളും മുമ്പ്. ചിലപ്പോൾ അവർ അള്ളാഹിനോട് ദുആർക്കാനാണ്. കേട്ടോ സഹോദരന്മാരെ, അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അവർ ദുആർക്കാനാണ് എന്ന്. സഖാഫി, നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ടതിന് ശേഷം ദുആ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ് സഖാഫി, അതൊരു കർമ്മമാണ്. മരണത്തോടുകൂടി അവന്റെ കർമ്മങ്ങൾ നിലച്ചു. അവര് നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു എവിടേക്ക്? ഇല്ലീനിലേക്ക്. ഇനി ചീത്ത മനുഷ്യരാണെങ്കിലോ അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു സിജ്ജീനിലേക്ക്. അപ്പോ കർമ്മങ്ങൾ മടക്കപ്പെട്ട് ഈ ഭൗതിക ലോകത്തുനിന്ന് പോയി ബർസഖിയ ലോകത്ത് കഴിയുന്ന ആളുകൾ അവിടെ ദുആ ചെയ്യാനാണോ സഖാഫി? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് മതത്തിന്റെ വാഗ്ദാവാണ്? അതൊന്ന് പറയണേ ജനങ്ങളോട്. നിങ്ങൾ പ്രമാണം പരിശുദ്ധ ഖുർആനല്ലേ നിങ്ങൾ പ്രമാണം? നിങ്ങൾക്ക് ആരാണ് ഈ രൂപത്തിലുള്ള മത ആചാരങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? പരിശുദ്ധ ഖുർആൻ ഒന്ന് ആവർത്തി വായിച്ചു നോക്കൂ സഖാഫി. നിങ്ങളുടെ ഈ വിഡ്ഢിത്തങ്ങൾക്കൊക്കെ മറുപടി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യാനാണ്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നുള്ളത്? ഈ ആളുകൾ അള്ളാഹുവിൽ നിന്ന് ഷഫാത്ത് ചെയ്ത് വാങ്ങിത്തരൂന്ന്. ഇതേ വാദക്കായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും. അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ആളുകളെ അവർ വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ന്യായവാദം എന്തിടും? വയഖൂലുന, അവർ പറയുകയും ചെയ്യുന്നു, ആ ഉലായി ശുഫാഉന ഇൻദല്ലാഹ്, ഈ ആളുകൾ അള്ളാഹുവിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരുന്ന ആളുകളാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തീർത്തും അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ശുപാർശ ദുനിയാവിൽ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മരണപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും. ഇത് ഏത് മതമാണ് സഖാഫി? ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി ശുപാർശ ഉണ്ട് നാളെ പരലോക കോടതിയിലാണ്. അതിന് നിബന്ധനകളുണ്ട്. ഒന്ന്, അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ആരുണ്ട് ശുപാർശ നടത്തുന്നവൻ എന്നാണ് ചോദിക്കുന്നുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യമാണ് സഖാഫി. നിങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിക്കണം സഖാഫി, ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാളും മുമ്പ്. പല വിധത്തിലും അവരുടെ സഹായമാകാം. ഇനി അവരൊന്നും ഇടപെടുന്നൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും അവരോട് തേടിയാൽ. അവസാനമായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നുള്ളത്? ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന്. അപ്പൊ ഉറപ്പൊന്നുമില്ല, ഇതിനൊരു പ്രമാണമൊന്നുമില്ല. ഇനി അദ്ദേഹം ഹുവത്തെയാണ് പിൻപറ്റുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുള്ളത്, അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശത്തുള്ളവരും
ഭൂമിയിലുള്ളവരുമെല്ലാം അള്ളാഹുവിന് പുറമെ അവർ വിളിക്കുന്ന ആളുകൾ എന്തൊന്നിനെയാണോ പിൻപറ്റുന്നത്, അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. അവർ അനുമാനിക്കുകയും കള്ളം പറയുകയാണ് ചെയ്യുന്നുള്ളത്. പേരോട് സഖാഫി ഇവിടെ കള്ളം പറയുകയാണ് അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ. കാരണം അതിന് പ്രമാണമില്ല. ഇതേ സമാനമായിട്ടുള്ള വചനങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ 116-ാമത്തെ വചനം, ആറാമത്തെ സൂറത്തിൽ 148-ാമത്തെ വചനം, 10-ാമത്തെ സൂറത്തിൽ 36-ാമത്തെ വചനം, 10-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ വചനം, സൂറത്തുൽ നജ്മിന്റെ 23-ൽ, സൂറത്തുൽ നജ്മിന്റെ 28-ൽ, എത്രയോ സ്ഥലങ്ങൾ. അതുപോലെ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഈത്തപ്പനന്റെ പാട പോലും സൃഷ്ടിക്കപ്പെടാൻ ഉടമപ്പെടുത്താൻ സാധിക്കാത്ത ആളുകളെയാണ് ഇവർ വിളിക്കുന്നുള്ളത് എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തദ്ഉഉം, നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമീഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരെ ഇനി സങ്കല്പിച്ചു അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി, നാളെ പരലോക കോടതിയിൽ അവരെന്ത് ചെയ്യും? ബിയക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലെ ഇത്ര കൃത്യമായി നിങ്ങൾക്ക് വിവരം തരാൻ, സൂക്ഷ്മജ്ഞാനമുള്ളവൻ അതുപോലെ വിവരം തരാൻ മറ്റാരുമില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയാണ്. എന്താണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുന്നുള്ളത് സഹോദരന്മാരെ? അദ്ദേഹം പറയുകയാണ്, അഥവാ വിപ്പൽ ഘട്ടത്തിൽ അവരോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാൽ, സഹായം ചോദിച്ചാൽ, അത് എന്തായി മാറും? അവർക്കുള്ള ആരാധനയായിട്ട് മാറും. ഇതിന്റെ ലമീർ ആരിലേക്കെല്ലാം അദ്ദേഹം മടക്കുന്നുണ്ടെന്നറിയോ? ഇനി അദ്ദേഹം ആരിലേക്കെല്ലാം ഇതിന്റെ ലമീറുകൾ മടക്കുന്നുണ്ട് നമുക്ക് നോക്കാം. സുമ്മ യർജു, പിന്നീട് അതിൽ നടപ്പിൽ വരുന്നതാണ് അൻ യർജിഉ ആദാ ഇലാ മഅബൂദീന, നിശ്ചയം അവരെ ആരാധിക്കുന്നതിലേക്ക് അത് മടങ്ങുന്നതാണ്. മിമ്മ യഖിലു, അത് അറിയിക്കുന്നത് എന്തെന്നാൽ കൽ മലായികത്തി, മലക്കുകളെ ആരാധിച്ചതുപോലെ, വൽ ജിന്നി, ജിന്നിനെ ആരാധിച്ചതുപോലെ, വൻ നബിയ്യി, നബിമാരെ ആരാധിച്ച പോലെ, വശൈത്വാനി, പിശാചുക്കളെ ആരാധിച്ചതുപോലെ. അപ്പോ ഇവിടെ വിപ്പൽ ഘട്ടത്തിൽ നിങ്ങൾ അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് നബിമാരോട് ചോദിച്ചാൽ അവർ ആരാധിച്ചതുപോലെയാകും. അതേപോലെ ഈ ശിർക്കുണ്ടല്ലോ നാളെ പരലോക കോടതിയിൽ വെച്ച് അവർ നിഷേധിക്കുകയും ചെയ്യും. സഹോദരന്മാരെ കൃത്യമായി മനസ്സിലാക്കുക, ഇവരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആനായിട്ടുള്ള പ്രമാണമില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അധ്യാപനമില്ല, സലഫു സാലിഹ്യങ്ങളിൽ നിന്നുള്ള മാതൃകയില്ല. ഇവരെ ലന്നിനെ അഥവാ ഹൂവത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുള്ളത്. ഇത്തരം ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. കാരണം പരലോക കോടതി എന്നുള്ളത് സത്യമാണ്. നാളെ അവിടെ ഒറ്റക്കൊറ്റക്കാണ് നിൽക്കേണ്ടത്. ഇനി എങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ അവനിക്ക് നരകം ശാശ്വതമായിരിക്കും, സ്വർഗം നിഷിദ്ധമായിരിക്കും. അവന്റെ അമലുകൾ അല്ലാഹു ധൂളിയാക്കി കളയും. ഏറ്റവും വലിയ അക്രമമാണ്. അത് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.